ഇന്നലെ തൃശ്ശൂർ പൂരം ഈ കേരളത്തിലെ മാത്രമല്ല അന്താരാഷ്ട്ര തലത്തിൽ വളരെ ലക്ഷക്കണക്കിന് ജനങ്ങൾ പങ്കെടുക്കുന്ന ഒരു വലിയ ഉത്സവമാണ്, ജനകീയ ഉത്സവമാണ്. അത് തടയാൻ ഇന്നലെ പോലീസ് ബാരിക്കേഡുകൾ വെച്ച് ജനങ്ങൾക്കും ഭക്തർക്കും എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാക്കി. തിരുവമ്പാടി വിഭാഗത്തിൻ്റെ എഴുന്നള്ളിപ്പ് അവർ വേണ്ടെന്ന് വെച്ചു. അതിൽ നിന്നും അവർ ഒഴിവായി. വെടിക്കെട്ട് വെളുപ്പിന് 3 മണിക്ക് നടത്താൻ കഴിഞ്ഞില്ല. ഇതെല്ലാം പോലീസിൻ്റെ അനാവശ്യമായ ഇടപെടൽ, സർക്കാരിൻ്റെ ഇടപെടൽ, പൂരത്തിന് കുറേ നാളുകളോളമായിട്ട് അവിടുത്തെ ആഭ്യന്തര കാര്യങ്ങളിൽ സർക്കാർ ഇടപെട്ട് അതെല്ലാം വികലമാക്കാൻ, ശിഥിലമാക്കാൻ, പരാജയപ്പെടുത്താൻ എന്തിന് ശ്രമിക്കുന്നു എന്നുള്ള ചോദ്യമാണ്. ഇത് ഇവിടുത്തെ ജനങ്ങളുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തിയിട്ടുണ്ട്. ഒരു മതേതര സർക്കാർ ഏത് മതസ്ഥരുടെ ആയിരുന്നാലും അവരുടെ ആഘോഷങ്ങൾ നടത്തുന്നതിനാവശ്യമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കണം. അതിന് ഇടങ്കോലിട്ട് തടസ്സമുണ്ടാക്കി വികലമാക്കി അത് മുഴുവൻ തകർന്ന് തരിപ്പണമാകുന്ന വിധത്തിൽ ജനമനസ്സുകളിൽ എന്നുമെന്നും ഒരു വേദന ഉണ്ടാക്കുന്ന രീതിയിൽ ചെയ്യുന്നത് ശരിയല്ല. തീർച്ചയായിട്ടും അത് പ്രതിഷേധാർഹമാണ്. നമ്മുടെ മതസ്വാതന്ത്ര്യത്തിനേൽക്കുന്ന കനത്ത ആഘാതമാണ്. ആരാധനാ സ്വാതന്ത്ര്യത്തിൻ്റെ ധ്വംസനമാണ്. അത് ഭരണഘടനാദത്തമായി ഓരോ പൗരനുമുള്ള ആ സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു ലംഘനമാണ്. തീർച്ചയായിട്ടും സർക്കാർ നടപടി സ്വീകരിക്കണം. അവിടുത്തെ ജനങ്ങളുടെ ഉത്കണ്ഠയും പ്രതിഷേധവും അമർഷവും മനസ്സിലാക്കി ഗവൺമെൻറ് അവസരത്തിനൊത്ത് ഉയരണം. ഇതെങ്ങനെ സംഭവിച്ചു എന്നുള്ളതിനെക്കുറിച്ച് അന്വേഷണം നടത്തണം. പോലീസുകാർ അല്ലേ, സുരേഷ് ഗോപി പോലീസുകാരെ വിളിച്ചു വരുത്തി ബാരിക്കേഡ് വെച്ച് തടഞ്ഞാണ്. എൻ്റെ സതീശ, എന്തിനും കയറി BJPയെയും NDAയെയും സുരേഷ് ഗോപിയെയും കുറ്റപ്പെടുത്തുക. സുരേഷ് ഗോപി അവിടെയെങ്കിലും ഇല്ലായിരുന്നു. പക്ഷേ ഇന്ന് രാവിലെ ഈ കാര്യം അന്വേഷിക്കാൻ രംഗത്ത് വന്ന ഒരേ ഒരു രാഷ്ട്രീയ നേതാവാണ് അദ്ദേഹമാണ്. ഇതൊക്കെ ആർക്കാ മനസ്സിലാകിയാലത്? ഇതൊക്കെ ഇങ്ങനെയുള്ള പച്ചക്കള്ളങ്ങളൊക്കെ ജനങ്ങളുടെ മുമ്പിൽ പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ തക്ക വിഡ്ഢികളാണ് അവർ. കാര്യങ്ങൾ മനസ്സിലാക്കി. ഇത് പൂരം ഉണ്ടായതിൻ്റെ തയ്യാറെടുപ്പ് ആരംഭിക്കുന്ന കാലം മുതൽ അതിനെതിരായിട്ട് സർക്കാർ ഓരോ വിധത്തിലുള്ള കണ്ടീഷനുകൾ, ഉപാധികൾ മുന്നോട്ടേക്ക് വെച്ച് തടസ്സവാദങ്ങൾ ഉന്നയിച്ച് പല രീതിയിലും ബുദ്ധിമുട്ടിക്കുകയായിരുന്നു. സതീശൻ്റെ ആരോപണം അടിസ്ഥാനരഹിതമാണ്. അത് ആ പ്രദേശത്തെ ജനങ്ങളെ അദ്ദേഹം വെല്ലുവിളിക്കുകയാണ് ചെയ്തത്. സംഭവങ്ങളെ വസ്തുനിഷ്ഠമായിട്ട് കാണുകയും സത്യത്തോടൊപ്പം നിലയുറപ്പിക്കാനും അദ്ദേഹത്തിന് കഴിയുന്നില്ല. അദ്ദേഹത്തിന് ഇപ്പോൾ ആവശ്യം ഇതിൻ്റെ മറവിലും സുരേഷ് ഗോപി ആക്രമിക്കുക എന്നുള്ളതാണ്. സുരേഷ് ഗോപി ഒറ്റപ്പെടുത്തുക. രാഷ്ട്രീയ മുതലെടുപ്പാണ് അദ്ദേഹം നടത്തുന്നത്. ഇതൊരു രാഷ്ട്രീയ വിഷയമല്ല. പിന്നെ എന്നിട്ടും അതിൻ്റെ അകത്തൊരു രാഷ്ട്രീയം കാണുന്നത് എന്തിനാണ്? തീർച്ചയായിട്ടും വിശ്വാസികൾക്കെതിരെ ഈ നിലപാട് മാത്രമല്ല, കേരളത്തിൽ ഇതപര്യന്തം നിരവധി സംഭവങ്ങൾ ഇതുപോലെ അടിക്കടി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ വളരെ ഉത്കണ്ഠയുണ്ട്. ഇവിടുത്തെ ജനങ്ങൾക്ക് ഉത്കണ്ഠയുണ്ട്. മതസ്വാതന്ത്ര്യവും ആരാധനാ സ്വാതന്ത്ര്യവും ഉള്ള ഒരു നാടാണ്. ഇവിടെ എല്ലാ മതസ്ഥർക്കും ആ സ്വാതന്ത്ര്യമുണ്ട്. ഒരു മതത്തിൻ്റെയും ആരാധനയിലും ആചാരത്തിലും അനുഷ്ഠാനത്തിലും ഒരു മതേതര സർക്കാർ ഇടപെടാൻ പാടില്ല. ഇവിടുത്തെ ക്ഷേത്രങ്ങൾ എന്തിനാണ് സർക്കാർ ഇങ്ങനെ കൈയടക്കി വെച്ചിരിക്കുന്നത്? ഇവിടുത്തെ ജനങ്ങൾ ന്യായമായിട്ട് ചോദിക്കുന്നൊരു ചോദ്യമാണ്. മതേതര സർക്കാരാണെന്ന് പറയുന്നു. എപ്പോഴും മതേതരത്വത്തെക്കുറിച്ചാണ് പ്രസംഗം. അങ്ങനെയാണ് മതസ്വാതന്ത്ര്യം ഇവിടെ ഉണ്ടെങ്കിൽ മതസ്ഥാപനങ്ങൾ അതാത് മതസ്ഥർ ഭരിക്കട്ടെ എന്ന് പറയണ്ടേ? അവരുടെ ആഘോഷങ്ങളിലും അവരുടെ ജനങ്ങൾ പങ്കെടുക്കുന്ന ഉത്സവങ്ങളിലും ഒക്കെ എന്തിനിടപെടണം? എന്തിന് തടസ്സങ്ങൾ ഉണ്ടാക്കണം? ഇത് നൽകുന്ന സന്ദേശം എന്താണ്? അല്ലെങ്കിൽ പോലീസ് എന്തിനാണ് ഇത് ചെയ്യുന്നത്? എന്ത് കാരണമാണെന്ന് പറയുന്നില്ലല്ലോ. എന്ത് കാരണം കൊണ്ടാണ് ബാരിക്കേഡ് വെച്ച് എഴുന്നള്ളിപ്പ് തടയുന്നത്? എന്തിനാണ്? വെടിക്കെട്ട് അതുകൊണ്ട് നടത്താൻ പറ്റുന്നില്ല. ശ്രീമൂലസ്ഥാനത്ത് നടത്തേണ്ട ചടങ്ങുകൾ മുടങ്ങി. 3 മണിക്ക് വെടിക്കെട്ട് നടക്കേണ്ടതാണ്, നടന്നില്ല. ഇത് മനഃപൂർവ്വം അല്ലാതെ പിന്നെന്താണ്?